406 കിലോമീറ്ററാണ് നിലമ്പൂരിൽ നിന്നും എൻ്റെ ഗ്രാമത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. പക്ഷേ എത്രയോ കാലം നിലമ്പൂരിൽ ജീവിച്ച് നിലമ്പൂരിൻ്റെ മണ്ണിൽ ജീവിച്ച് അവിടുന്ന് നിലമ്പൂരിനോട് ഗുഡ് ബൈ പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോരുന്ന സമയത്ത് ഒരുപാട് ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം മാജിക് അക്കാദമിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം, ഒരു 8 സെൻറ്റ് സ്ഥലം പൂജപ്പുരയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോണ് എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ മാജിക് അക്കാദമി എന്ന് പറയുന്ന ഈ സ്ഥാപനം പച്ച പിടിക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു അന്യ സ്ഥലത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം, തലസ്ഥാന നഗരിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അത് എന്തായിത്തീരും നാളെ എന്നറിയാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് സംഘർഷത്തോടു കൂടിയിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അതിലൊക്കെ അപ്പുറം എൻ്റെ കൂട്ടുകാരൻ രാജനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നെ ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ച രാജൻ എൻ്റെ കളിക്കൂട്ടുകാരനാണ്. എന്നോടൊപ്പം 7ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ പഠനം നിർത്തി രാജൻ ഒരു കാർപ്പൻ്ററായിട്ട് രാജൻ മാറി. ഞാൻ ജാലവിദ്യ രംഗത്തേക്ക് മാറി. എന്നെ മാജിക്കിൻ്റെ രംഗത്തേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയാണ് രാജനുമായിട്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ഇരുന്ന് അത് തൊട്ടടുത്തൊരു ചെറ എന്ന് പറയുന്നത്, ഞങ്ങൾ ചെറ എന്നാണ് പറയുന്നത്. അതിനകത്ത് ആ ഒരു ചെറയിലിരുന്ന് എല്ലാ സന്ധ്യയ്ക്കും ഞങ്ങൾ മാജിക്കിനെ കുറിച്ചുള്ള ആശയങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. രാജനായിരുന്നു മാജിക്കിൻ്റെ പുതിയ സാമഗ്രികൾ എനിക്ക് ഉണ്ടാക്കി തന്നത്. അങ്ങനെ രാജൻ്റെ പണിശാലയിൽ എനിക്ക് വേണ്ടിയുള്ള മാജിക്കിൻ്റെ പുതിയ ഉപകരണങ്ങൾ രൂപം കൊണ്ടു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയുള്ള ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, കുറച്ച് പൈസ ഉണ്ണിയേട്ടൻ എനിക്ക് വേണ്ടി ചിലവാക്കി തന്നു. അങ്ങനെ ഉണ്ണിയേട്ടൻ്റെ സഹായവും രാജൻ്റെ കഠിനാധ്വാനവും എല്ലാം കൂടി ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് പതുക്കെ പച്ചുവെച്ച കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചേക്കേറുക എന്ന് പറഞ്ഞ രാജന് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കിയിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. എന്തായാലും ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് ഞാൻ മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോന്നു. ആരുമില്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞ ശേഷം യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വാങ്ങിച്ചതൊരു സൈക്കിളാണ്. ഒരു സൈക്കിൾ വാങ്ങിച്ച് മാജിക് അക്കാദമിയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ തീരുമാനിച്ചു. എന്നോടൊപ്പം പ്രവർത്തിക്കുന്നൊരു തോമസ്, അതുപോലെ തന്നെ മാമ എന്ന് ഞാൻ ഇന്നും വിളിക്കുന്ന നാരായണൻ എന്ന് പറയുന്നത്, ഇന്നും എന്നോടൊപ്പമുള്ള 30 വർഷമായി എന്നോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാമ എന്ന് വിളിക്കുന്ന കോവിലത്ത് മുറിയിലെ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി, ഇവരെല്ലാം കൂടി ചേർന്നാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോരുന്നത്. ഞങ്ങൾ മാജിക് അക്കാദമിയിലെ കോഴ്സുകൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം 4 മണിക്ക് എണീറ്റ് നോട്ടീസിൻ്റെ കെട്ടുമായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി പത്രങ്ങൾക്കിടയിൽ ഈ നോട്ടീസുകൾ വെച്ച് അങ്ങനെയുള്ള പരസ്യ പ്രചരണ പരിപാടികളൊക്കെ ആയിട്ടാണ് മാജിക് അക്കാദമി ആരംഭിക്കുന്നത്. മാജിക് അക്കാദമി 1996 മെയ് 31 ഉദ്ഘാടനം ചെയ്തു. മലയാറ്റൂർ സാറിൻ്റെ ബ്ലെസ്സിങ്, അതോടുകൂടി തന്നെ പ്രഗത്ഭരായിട്ടുള്ള തിരുവനന്തപുരത്ത് അന്ന് ഏറ്റവും ടോപ്പായിട്ടുള്ള ആളുകൾ മുഴുവൻ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ടി.കെ. രാമകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തിക്കുറിശ്ശി സുകുമാരൻ നായർ അന്ന് അതിൻ്റെ സാന്നിധ്യം കൊണ്ട് അന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. കണിയാപുരം രാമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി, അന്ന് എഴുത്തുകാരൻ, അദ്ദേഹം വന്നു. കാർട്ടൂണിസ്റ്റ് സുകുമാർ അതിന് വേണ്ടിയിട്ട് വന്നു. അബു എബ്രഹാം കാർട്ടൂൺ വരച്ചുകൊണ്ട് മാജിക്കിൻ്റെ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ജഗദീഷ് ശ്രീകുമാർ അന്ന് ആദ്യം ജാലവിദ്യ പഠിച്ചുകൊണ്ട് ആദ്യത്തെ അവിടുത്തെ സ്റ്റുഡൻ്റായിട്ട് മാറി. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഈ വ്യക്തികൾ ആരുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതേസമയം മലയാറ്റൂർ സാറിൻ്റെ അനുഗ്രഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ബന്ധം കൊണ്ടും ഓരോരുത്തരെയും ക്ഷണിച്ചു വരുത്തി ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ മേശയ്ക്ക് മുമ്പിൽ ഞാനിരിക്കുന്ന സമയത്ത് എത്രയോ ആളുകളെ അദ്ദേഹം ഫോണിൽ വിളിച്ച് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. 1996 മാജിക് അക്കാദമി അങ്ങനെ വന്നു. പക്ഷേ അന്ന് മാജിക് അക്കാദമി നിലവിൽ വന്നപ്പോൾ ഏഷ്യയിൽ ആദ്യത്തെ മാജിക് അക്കാദമി ആയിട്ടത് മാറുകയായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തൊരു മാജിക് അക്കാദമി എന്ന് പറയുന്ന ഗവൺമെൻറ് സഹായത്തോടുകൂടി നടത്തുന്ന ഒരു സ്ഥാപനം ഇല്ല എന്നുള്ളതാണ്. അതിലുമപ്പുറം കേരളത്തിൽ ഇതിനെ തുടർന്ന് TM ജേക്കബ് തന്നെ മാജിക്കിനെ സംഗീത നാടക അക്കാദമിയുടെ പരിധിയിൽ ഒരു കലയായിട്ട് ഉൾപ്പെടുത്തി. ജാലവിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അവാർഡ് കൊടുക്കാൻ തുടങ്ങി. ആദ്യത്തെ അവാർഡ് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് എനിക്കാണ് തന്നത്. മലയാറ്റൂർ സാറിൻ്റെ താല്പര്യപ്രകാരം മാജിക് അക്കാദമി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആ വലിയ ആശയം എന്ന് പറയുന്നത്, 1996 മെയ് 31 തിരുവനന്തപുരത്ത് അക്കാദമി ഉണ്ടാകുമ്പോൾ അത് ഏഷ്യയിലെ ആദ്യത്തെ മാജിക് അക്കാദമി ആയിട്ട് മാറുകയായിരുന്നു. അദ്ദേഹം തന്നെ താല്പര്യമെടുത്ത് TM ജേക്കബിനെ കൊണ്ട് മാജിക്കിനെ സംഗീത നാടക അക്കാദമിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. മാജിക് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഇന്നും അവാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ സംഗീത നാടക അക്കാദമിയുടെ പരിധിയിൽ മാജിക്കിനെ ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ഇന്നും ഗവൺമെൻറ് മാജിക്കിനൊരു കലയായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ആ വലിയ മഹാനോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയ ആദരവ്.
മലയാറ്റു സാറിനോട് മാന്ത്രിക ലോകം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. TM ജേക്കബ് എന്ന് പറയുന്ന മന്ത്രിയോട് മാന്ത്രിക ലോകം, കേരളത്തിൻ്റെ മാന്ത്രിക ലോകം മുഴുവൻ അത്രമാത്രം ഈ നിമിഷവും കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ തുറന്നു പറയുകയാണ്. മാജിക് അക്കാദമി തുടങ്ങിയതോടുകൂടി എൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതായിരുന്നു. കാരണം ജാലവിദ്യാരംഗത്ത് ഇത്തരം ഒരു അക്കാദമി എന്നുള്ള കാര്യം കേരളത്തിലുള്ള പല മാന്ത്രികരും സംശയബുദ്ധിയോട് കൂടിയിട്ടാണ് കണ്ടത്. പലരും വിചാരിച്ചു മാജിക്കിന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, കാരണം ആ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഓരോ തലത്തിലാണ്. ഇപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു IASകാരൻ ചിന്തിക്കുന്ന ഒരു തലത്തിൽ ചിന്തിക്കാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ONV സാറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മറ്റൊരു ഭാഷയാണ്, APJ അബ്ദുൽ കലാമിൻ്റെ ഭാഷ മറ്റൊരു ഭാഷയാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ സംസ്കാരത്തിനനുസരിച്ച് അവരുടെ ഓരോ മേഖലയ്ക്കനുസരിച്ചാണ് നമ്മുടെ ചിന്തയുടെ ഒരു മേഖല ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മലയാറ്റൂർ സാറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയം എനിക്ക് പോലും പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണെങ്കിൽ കേരളത്തിലെ മറ്റുള്ള ജാലവിദ്യക്കാരും അത് ഉൾക്കൊണ്ടില്ല എന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാട്, മലയാറ്റൂർ സാർ അന്ന് പറഞ്ഞ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ജാലവിദ്യയെ ഒരു കല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, ഒരു കലയാണ് എന്ന് തുറന്നു പറയുക. എന്തുകൊണ്ട് ആളുകളിൽ നിന്ന് അകന്ന് മാന്ത്രികൻ നിൽക്കണം? വേണ്ട, ആളുകളുടെ ഭാഗമായി താനും ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായ പരിശീലനത്തിലൂടെ പഠിച്ചെടുത്ത ഒരു കല നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇത് നിങ്ങൾ കാണുക, ആസ്വദിക്കുക എന്ന് പറയാനുള്ള സന്മനസ്സാണ് മാന്ത്രികൻ കാണിക്കേണ്ടത്. നേരെമറിച്ച് എനിക്ക് നിഗൂഢമായിട്ടുള്ളൊരു കഴിവുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് എന്തു വേണമെങ്കിലും സൃഷ്ടിക്കാം, എന്തു വേണമെങ്കിലും അപ്രത്യക്ഷമാക്കാം എന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ വരുത്തുകയല്ല വേണ്ടത് എന്ന് മലയാറ്റൂർ സാർ പറഞ്ഞിരുന്നു. പണ്ട് തലയോട്ടിയും അതുപോലെ തന്നെ മന്ത്രവടിയുമൊക്കെ വെച്ച് മാജിക് കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി മാജിക് വാൻഡ് എന്ന് പറയുന്നത് വെറും ഒരു വാൻഡ് മാത്രമാണ്, ഒരു വടി മാത്രമാണ് എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ളൊരു സന്മനസ് മാന്ത്രികൻ കാണിക്കണം എന്ന് മലയാറ്റൂർ സാർ പറഞ്ഞിരുന്നു. കോട്ടും കുപ്പായവും ഇട്ട് ജാലവിദ്യ കാണിക്കുന്നതിന് പകരം സാധാരണ ഒരു കുപ്പായമിട്ട്, സാധാരണ ഒരു ഷർട്ട് ഇട്ട് ഒരു സാധാരണക്കാരനായിട്ട് മാജിക് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം കൂടും എന്ന് എന്നെ പഠിപ്പിച്ചു തന്നതും മലയാറ്റൂർ സാറിൻ്റെ ബുദ്ധിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആശയങ്ങളോട് പലപ്പോഴും പല ജാലവിദ്യക്കാർക്കും യോജിച്ച് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മാജിക് അക്കാദമി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾ ഉണ്ടായി. മാജിക് ഒരു വിൽപ്പന ചരക്കാക്കുന്നു, മാജിക്കിനെ ഒരു ബിസിനസ്സാക്കി മാറ്റുന്നു, മാജിക് ജനങ്ങൾക്ക് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്ത് മാജിക് എന്ന് പറയുന്ന കലയുടെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ അന്ന് അക്കാദമിക്കെതിരെ ഉണ്ടായി. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ജാലവിദ്യ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു വളരെ വലിയൊരു മേഖലയാണ്. വലിയ മേഖല എന്ന് പറയുമ്പോൾ അതിവിശാലമായൊരു മേഖല. എന്ന് മനുഷ്യന് അത്ഭുതപ്പെടാനുള്ള കഴിവുണ്ടോ അന്ന് മുതൽ മാജിക് ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. എന്ന് മനുഷ്യന് അത്ഭുതപ്പെടാനുള്ള കഴിവുണ്ടായിരിക്കുമോ അത്രയും കാലം മാജിക് ഈ ഭൂമുഖത്തുണ്ടായിരിക്കുകയും ചെയ്യും. അത്ഭുതം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥ, അത്ഭുതപ്പെടാനുള്ള മനുഷ്യൻ്റെ അവസ്ഥ, ആ അവസ്ഥയാണ് മാന്ത്രികൻ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് മാന്ത്രികൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഈ മാജിക്കിൻ്റെ അപാരമായിട്ടുള്ള സാധ്യത ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി ഞാൻ ഏറ്റെടുത്തു. കാരണം നമ്മളെപ്പോഴും സാധാരണ ഒരാളോട് ചോദിക്കുകയാണ്, കടൽ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത്? തീരത്ത് നിന്ന് നോക്കി കാണുന്ന ഇത്തിരി കടലിൻ്റെ ഒരു പോർഷൻ, അതാണ് നമ്മൾ കടലെന്ന് പറയുന്നത്. കടൽ അതല്ല. കടലെന്ന് പറയുന്നത് അതിവിശാലമാണ്, വളരെ വിപുലമാണ്, അത്രമാത്രം ആഴത്തിലുള്ളതാണ്, അത്രമാത്രം പരന്നു കിടക്കുന്നതാണ്. കടൽ എന്ന് പറയുന്നത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്താണ് കടൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്രമാത്രം അധികമാണ് കടൽ എന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതല്ല കടൽ. അതുപോലെ തന്നെ മാജിക് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ല മാജിക്. മാജിക്കിൻ്റെ ലോകമെന്ന് പറയുന്നത് വിപുലമാണ്. ഡേവിഡ് കോപ്പർഫീൽഡിനെ പോലെയുള്ള ഗംഭീരമായിട്ടുള്ള ജാലവിദ്യ അവതരിപ്പിക്കുന്ന മാന്ത്രികർ കാണിക്കുന്ന ജാലവിദ്യകൾ കാണുമ്പോൾ നമ്മുടെ മാജിക് എന്ത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ അത്രമാത്രം വിപുലമായ ജാലവിദ്യാ രംഗത്ത്
കൂടുതൽ ആളുകൾ വരുന്നതിന് വേണ്ടിയും പുതിയ തലമുറ മാജിക്കിൻ്റെ രംഗത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ ബുദ്ധിയിലൂടെ മാജിക് എന്ന് പറയുന്ന കല വികാസം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടും മാജിക് അക്കാദമി ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മലയാറ്റൂർ സാർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അക്കാദമി തുടങ്ങുന്ന കാലത്ത് അദ്ദേഹം എന്നോട് എൻ്റെ മുന്നിലേക്ക് എറിഞ്ഞൊരു ചോദ്യം. ആ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യക്ക് ഒരു വർഷം ഇത്ര ഡ്രൈവർമാരെ വേണം, ഇന്ത്യക്ക് ഒരു വർഷം ഇത്ര എഞ്ചിനീയർമാരെ വേണം, പക്ഷേ എത്ര മജീഷ്യൻസിനെ ഇന്ത്യക്ക് വേണം? ഇതൊരു ചോദ്യമാണ്. നിങ്ങളെല്ലാ മജീഷ്യൻസും, അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാ മജീഷ്യൻസും ഒരു ദിവസം തീരുമാനിക്കുന്നു ഞങ്ങളിനി ഷോ നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചാലും ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, ഇന്ത്യ ഇതുപോലെ മുന്നോട്ട് പോകും. അപ്പോൾ മാജിക് എന്ന് പറയുന്ന കലയെ നിലനിർത്തേണ്ടതും ജാലവിദ്യ എന്ന് പറയുന്ന കലാകാരന്മാരെ നിലനിർത്തേണ്ടതിനും ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അതുകൊണ്ട് നിങ്ങളൊരു അക്കാദമി സ്ഥാപിക്കൂ എന്ന് മലയാറ്റൂർ സാർ പറഞ്ഞ ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം ഇന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാലവിദ്യ കൂടുതൽ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ ജാലവിദ്യാ പരിപാടികൾ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. മറ്റൊന്ന്, 95 ഫയർ എസ്കേപ്പ് ആക്ട് നടത്തി കഴിഞ്ഞതിന് ശേഷം പല ഭാഗത്തു നിന്നും വന്നൊരു ചോദ്യമുണ്ട്: ഇനി അടുത്തത് എന്ത് എന്നുള്ള ചോദ്യം. ഈ ചോദ്യം ഒരു കലാകാരനെ വല്ലാതെ കുഴക്കും. ഏതൊരു കലാകാരനാണെങ്കിലും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇനി എന്ത്? ഈ ചോദ്യം ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ 1996 മാജിക് അക്കാദമി തുടങ്ങിയ വർഷം തന്നെ കോഴിക്കോട് വെച്ച് വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നൊരു മാജിക് അവതരിപ്പിച്ചു. ഇതും മറക്കാനാവാത്തൊരു സംഭവമാണ്. ഈ വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ടിൻ്റെ പരിശീലനം ഒരുപാട് നാളുകളായി തുടങ്ങിയതാണ്. മാജിക്കിൻ്റെ പ്രദർശനം ഇങ്ങനെയാണ്. അതായത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ ബോക്സ്. ആ ബോക്സിനകത്ത് മാന്ത്രികനെ ഒരു ഹാൻഡ് കഫ് വെച്ച് ചങ്ങലയിട്ട് കെട്ടി ഒരു പ്ലാസ്റ്റിക് സാക്കിനകത്ത് കെട്ടി അതിനകത്തേക്കിടും. ഇതിനകത്ത് വെള്ളം നിറയ്ക്കും. ഈ ഗ്ലാസ് ബോക്സിനകത്ത് ഇതിനുള്ളിലൂടെ വെള്ളത്തിലൂടെ കറണ്ട് പാസ് ചെയ്യും. സ്വാഭാവികമായിട്ടും പ്ലാസ്റ്റിക് സാക്കിനകത്ത് ഇരിക്കുന്നതിൻ്റെ പേരിൽ ഷോക്ക് അടിക്കില്ല. എന്നിട്ട് ഇതിനകത്ത് നിന്ന് വേണം മാന്ത്രികൻ രക്ഷപ്പെടാൻ. ഈ ഗ്ലാസ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു 300 കിലോഗ്രാം ഭാരം വരുന്നൊരു കൂറ്റൻ കുന്തം തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. 1 മിനിറ്റ് കൃത്യം ആവുമ്പോൾ ക്ലോക്ക് വർക്ക് ചെയ്ത് 1 മിനിറ്റിൽ ടച്ച് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടോർ വർക്ക് ചെയ്യും. ഈ കുന്തം താഴേക്ക് പതിക്കുകയും ചെയ്യും. ഇതിനുള്ളിൽ രക്ഷപ്പെടണം. ഇതിനെ രക്ഷപ്പെടുന്ന ഭാഗം കാണാതിരിക്കാൻ വേണ്ടി ചകിരിപ്പനമ്പ് കൊണ്ട് മറച്ചിരിക്കും. 1 മിനിറ്റ് കൃത്യം കഴിയുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സ്പാർക്ക് വന്ന് ഈ ചകിരിപ്പരമ്പ് കത്തിത്തുടങ്ങും. ഇതാണ് മാജിക്കിൻ്റെ ചിത്രം. നിരന്തര പരിശീലനമായിരുന്നു. മാജിക് അവതരിപ്പിക്കുന്നത് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത്. അന്ന് UKS ചൗഹാനാണ് കോഴിക്കോടിൻ്റെ കലക്ടർ. ആര്യാടൻ മുഹമ്മദ് അന്ന് മന്ത്രിയാണ്. മിനിസ്റ്റർ അന്ന് പരിപാടിക്ക് വരാമെന്നേറ്റു. എൻ്റെ നാട്ടുകാരനാണ്. ഇപ്പോഴും മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ ഓരോ ദിവസവും അന്ന് കണ്ട മാജിക്കിനെ കുറിച്ച് ഇപ്പോഴും പറയാറുണ്ട്. പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് മാജിക് അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. മുതലക്കുളം മൈതാനത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു. കാരണം ഫയർ എസ്കേപ്പ് ആക്ടിൻ്റെ ഒരു ഓളം അന്ന് കോഴിക്കോടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു എസ്കേപ്പ് ആക്ട് കാണാൻ വേണ്ടിയിട്ട് മുതലക്കുളം മൈതാനത്തിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു. ഞാൻ മാജിക്കിന് വേണ്ടി തയ്യാറായി. KP സോമരാജൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ ഹാൻഡ് കഫ് വെച്ച് പൂട്ടി പ്ലാസ്റ്റിക് ബാഗിനകത്ത് ചങ്ങലയിട്ട് കെട്ടി എന്നെ പ്ലാസ്റ്റിക് ബാഗിനകത്ത് കെട്ടി. മാജിക്കിൻ്റെ രഹസ്യം കൂടിയാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇതിനകത്ത് വെള്ളത്തിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓപ്പറേറ്റർ തന്നെ ചകിരിപ്പനം കൊണ്ട് മറയ്ക്കുന്ന സമയത്തിനകത്തുള്ള ഇലക്ട്രിസിറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ കയ്യിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന താക്കോലും ഞാൻ കത്തിയും എടുത്ത് പ്ലാസ്റ്റിക് ബാഗ് കീറി പുറത്തേക്ക് വന്ന് ചങ്ങലകളും ലോക്കുകളും അഴിച്ച് 1 മിനിറ്റിനുള്ളിൽ പെട്ടിക്കുള്ളിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് വേണം എനിക്ക് രക്ഷപ്പെടാൻ. പക്ഷേ അന്ന് സംഭവിച്ചത്, ആളുകൾ മുഴുവൻ ചുറ്റും കൂടിയിരിക്കുന്ന സമയത്ത് എൻ്റെ ഓപ്പറേറ്റർ അതിനകത്ത് കറണ്ട് കട്ട് ചെയ്യാൻ മറന്നുപോയി. പുറത്ത് നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വർക്ക് ചെയ്തിരുന്ന ദേവാനന്ദ്, അദ്ദേഹവും മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 15 സെക്കൻഡായി കഴിഞ്ഞു. മാന്ത്രികൻ ഇപ്പോഴും പെട്ടിക്കുള്ളിലാണ്. ഞാൻ പെട്ടിക്കുള്ളിലായിരുന്നു. കാരണം ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കുള്ള സിഗ്നൽ എന്ന് പറയുന്നത് പുറത്തൊരു ബൾബുണ്ട്. ഈ ബൾബ് കെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് ചാക്കഴിക്കാം. പക്ഷേ ബൾബ് കെട്ടില്ല. ക്ലോക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 മിനിറ്റ് ആയി കഴിഞ്ഞാൽ കുന്തം താഴേക്ക് വീഴും. പെട്ടിയിലേക്ക് ശക്തമായിട്ട് വന്ന് പതിക്കും. ഒന്നുകിൽ ഞാൻ പെട്ടിക്കകത്ത് വെച്ച് മരിക്കും, അല്ലെങ്കിൽ പുറത്ത് വെച്ച് മരിക്കും. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. ചാക്ക് കയറിക്കഴിഞ്ഞാൽ ഷോക്കടിച്ച് മരിക്കും. കാരണം എൻ്റെ ഓപ്പറേറ്റർ കട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു മാനസികമായിട്ടുള്ള സംഘർഷം മനസ്സിൽ ഒരു നിമിഷം മരണത്തിന് മുഖാമുഖം ഞാൻ കാണുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നാരായണൻ എന്ന് പറയുന്ന മാമ എന്ന് ഞങ്ങൾ വിളിക്കുന്ന, കഴിഞ്ഞ 30 വർഷമായി എല്ലാത്തിലും എന്നോടൊപ്പം ഉള്ള അദ്ദേഹം വെറുതെ ഒരാവശ്യവുമില്ലാതെ ചകിരിപ്പനമ്പ് മാറ്റി നോക്കുമ്പോൾ ബൾബ് കെട്ടിട്ടില്ല. അദ്ദേഹം നേരെ ഓടിച്ചെന്ന് ഈ വയറ് പിടിച്ച് വലിക്കുകയും ഇലക്ട്രിസിറ്റി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തു.
ഈ സമയത്തേക്ക് എൻ്റെ സമയം കഴിഞ്ഞിരുന്നു. ക്ലോക്ക് വർക്ക് ചെയ്ത് വരികയായിരുന്നു. ഞാൻ സർവ്വശക്തിയും സംഭരിച്ച് ലോകത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് നമുക്കൊരു ഒരു 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 ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഞാൻ കത്തിയെടുത്ത് കീറി ഞാൻ 57ാമത്തെ സെക്കൻഡിൽ പുറത്തേക്ക് ചാടുന്നു. 58, 59, 60ാമത്തെ സെക്കൻഡിൽ കുന്തം വന്ന് പതിക്കുന്നു. ഞാൻ പുറത്താണ്. പക്ഷേ അപ്പോഴേക്കും തീ പടർന്ന് പിടിച്ചിരുന്നു ചകിരിപ്പനമ്പിൽ. ഞാൻ പുറത്തേക്ക് ചാടി. എൻ്റെ മുഖവും അതുപോലെ തന്നെ കൈകളും പൊള്ളി. കലക്ടർക്ക് ഇത് ഏകദേശം സൂചന കിട്ടി. ആളുകൾ എന്നെ ആർപ്പ് വിളിച്ചുയർത്തി. ഞാൻ കലക്ടറുടെ വണ്ടിയിൽ കയറി ഞാൻ പോവുകയാണ്. കലക്ടറുടെ വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത് എൻ്റെ മുഖത്ത് മുഴുവൻ നീറ്റലുണ്ട്. ഞാൻ വിചാരിച്ചത് എൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം പൊള്ളി എന്നുള്ളതാണ്. കലക്ടർ വീട്ടിൽ ചെന്ന് നേരെ കണ്ണാടി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു ചുവന്ന് തടിച്ചിരിക്കുന്നൊരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ജീവിതത്തിൽ നേരിട്ട ഒരു അനുഭവമാണ്. കാരണം അന്ന് ശ്രീനാരായണൻ മാമ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അദ്ദേഹം ആ ഒരു നോട്ടം നോക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ പെട്ടിക്കകത്ത് എൻ്റെ മാജിക്കിൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും അവസാനിക്കുമായിരുന്നു എന്നുള്ളൊരു ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുക. ഓരോ രക്ഷപ്പെടൽ ജാലവിദ്യകളും അവതരിപ്പിക്കുന്നത് ഇത്തരം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ്, നിരന്തരമായ പരിശീലനത്തിലൂടെയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വളരെ രസകരമാണ് എന്ന് തോന്നും. ഒരു മാന്ത്രികനായി കഴിഞ്ഞാൽ എന്തും സാധ്യമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കും. പക്ഷേ ഒന്നും സാധ്യമല്ല. നിരന്തരമായ പരിശീലനത്തിലൂടെ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചെടുത്താണ് ഇത്തരത്തിലുള്ള മാജിക്കുകൾ അവതരിപ്പിക്കുന്നത്. പിന്നീട് ഞാൻ എസ്കേപ്പ് ആക്റ്റുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. എറണാകുളത്തൊരു സ്പൈക്ക് എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ജാലവിദ്യ, ഇങ്ങനെ എസ്കേപ്പ് ആക്റ്റുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇതുപോലെ തന്നെ അപകടത്തിന് മുഖാമുഖം കണ്ട, മരണത്തിന് മുഖാമുഖം കണ്ട മറ്റൊരു അവസരമാണ് ബഹ്റിനിൽ പോയിട്ട് നടത്തിയ ഫയർ എസ്കേപ്പ് ആക്ട്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഫയർ എസ്കേപ്പ് ആക്ട് നടത്തി കഴിഞ്ഞ ശേഷം പിന്നെ പ്രതിജ്ഞ എടുത്തിരുന്നു മാജിക് വീണ്ടും അവതരിപ്പിക്കില്ല എന്നുള്ളത്. പക്ഷേ ബഹ്റിനിൽ പോയിട്ട് അവതരിപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം അവിടെ പ്രോഗ്രാം നടത്താൻ എന്നെ ബുക്ക് ചെയ്ത പാർട്ടിക്ക് നിർബന്ധമായിരുന്നു ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന മാജിക് അവിടെ അവതരിപ്പിക്കണം എന്നുള്ളത്. ബഹ്റിനിലേക്കുള്ള ഒരു യാത്ര, അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവസരം, ആ അവസരം കളയണ്ട എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ യെസ് എന്ന് പറഞ്ഞു. ബഹ്റിനിൽ പോകുന്നതിന് മുമ്പ് പരിശീലിച്ചു. പക്ഷേ ആ പരിശീലനം ആദ്യം പരിശീലിച്ച അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എനിക്കൊരു എന്തുകൊണ്ടോ സാധിച്ചില്ല. ബഹ്റിനിൽ പോയിട്ട് മാജിക് അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം പോയി ഗ്രൗണ്ടിൽ പോയി നോക്കിയപ്പോൾ എന്തോ മനസ്സിനൊരു പന്തികേട്. ഞാൻ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞൊഴിയാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പക്ഷേ സംഘാടകർ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും കിട്ടാത്ത പെർമിഷനാണ് ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അവതരിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ക്രെയിൻ വന്നു, വലിയ വൈക്കോൽ കൂന തയ്യാറായി, അതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി റിഹേഴ്സൽ ചെയ്തു. റിഹേഴ്സൽ വലിയ കുഴപ്പം എനിക്ക് തോന്നിയില്ല, ചെയ്യാം എന്നുള്ളൊരു ബോധം ഉണ്ടായി. എൻ്റെ ഉണ്ണിയേട്ടനും ഒക്കെ അന്ന് പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കൂടി പോയി പിറ്റേ ദിവസം കാര്യങ്ങളെല്ലാം അവിടെ സജ്ജീകരിച്ചു. എനിക്കുള്ള ഫോൺ കോൾ റൂമിലേക്ക് വന്നു ചെല്ലാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുവിധം മേക്കപ്പൊക്കെ ചെയ്ത് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഞാൻ എൻ്റെ പ്രതിബിംബത്തോട് പറഞ്ഞു, ഇനി ഈ മുഖം ഇതുപോലെ കാണില്ല. എന്തോ എൻ്റെ മനസ്സ് അങ്ങനെ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചു. പക്ഷേ നിർബന്ധിതനായിരുന്നു. എന്തൊക്കെയാണെങ്കിലും മാജിക്ക് ചെയ്തേ തീരൂ എന്നുള്ളത് സംഘാടകർ എന്നോട് അറിയിച്ചിരുന്നു. ഞാൻ മാജിക്ക് ചെയ്യാൻ വേണ്ടി ബഹ്റിൻ്റെ ഗ്രൗണ്ടിലേക്ക് ചെന്നു. അവിടെ രാജകുടുംബത്തിലെ ആളുകളുണ്ടായിരുന്നു. അവർക്കെല്ലാം കൈകൊടുത്ത് ഞാൻ വേദിയിലേക്ക് കയറി. ചങ്ങലയിട്ട് പൂട്ടി. അവിടുത്തെ പട്ടാള ഉദ്യോഗസ്ഥർ വന്ന് ഹാൻഡ് കഫ് വെച്ചു. ക്രെയിനിൽ എന്നെ മുകളിലേക്ക് കൊണ്ടുപോയി. വൈക്കോൽ കൂനയ്ക്കകത്തേക്ക് തലകീഴായി ഞാൻ ഇറങ്ങി. താഴെ വന്ന ചങ്ങലകളും പൂട്ടുകളും വളരെ ഫാസ്റ്റായിട്ട് ഞാൻ അഴിച്ചു. എല്ലാം ഭദ്രമാണ്. ഞാൻ യെസ് എന്നുള്ള ഓർഡർ കൊടുത്തു. പുറത്ത് നിന്ന് തീ വെച്ചു. പക്ഷേ മണ്ണെണ്ണയ്ക്ക് പകരം അന്ന് ഉപയോഗിച്ചത് പെട്രോളായിരുന്നു. അതുപോലെ തന്നെ അത് ചൂടായി കിടക്കുകയായിരുന്നു. തീ കണ്ട നിമിഷം ഞാൻ ചാടാൻ തയ്യാറായി നിൽക്കുമ്പോൾ എൻ്റെ മുഖത്തേക്കൊരു തീയുടെ ഗോളം വന്ന് പതിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ പിന്നിലേക്ക് നോക്കി. പക്ഷേ പിന്നിലെല്ലാം ബ്ലോക്കായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് തീയിലൂടെ പുറത്തേക്ക് എടുത്ത് ചാടി. പക്ഷേ എൻ്റെ കൈകളും മുഖവും ചെവിയും എല്ലാം പൊള്ളിപ്പോയി. കാര്യമായിട്ട് പൊള്ളലേറ്റു എനിക്ക്. അതോടുകൂടി എന്നെ സംഘാടകർ നേരെ കൊണ്ടുപോയി ഒരു ആംബുലൻസിൽ കയറ്റി അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അമേരിക്കൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത്. വീൽ ചെയറിലാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ബെറ്റി സിസ്റ്റർ ഇന്ന് തൃശ്ശൂരിലുണ്ട്. ബഹ്റിനിൽ നിന്ന് അവർ ഇതെല്ലാം കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഷീല മൈക്കിൾ എന്ന് പറയുന്ന ഒരു ഡോക്ടർ. ഞാൻ ഓർക്കുന്നത് ബെറ്റി സിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഈ മാജിക്ക് കാണാൻ വേണ്ടിയിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സാറ് തീയിലേക്ക് ചാടുന്നത് എനിക്ക് കാണണ്ട എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ വരാതിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് സിസ്റ്റർ കരഞ്ഞു. സിസ്റ്റർ ഒരു യഥാർത്ഥ സഹോദരിയെ പോലെ തന്നെ വല്ലാത്ത സ്നേഹം എന്നോട് കാണിച്ചിരുന്നു. ഓരോ ദിവസവും പള്ളിയിൽ പോയിട്ട് സിസ്റ്റർ മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് എന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. എന്തുകൊണ്ടോ ഒരു അത്ഭുതം പോലെ എനിക്ക് വീണ്ടും എൻ്റെ ആ പഴയ മുഖവും കൈകളൊക്കെ തിരിച്ചു കിട്ടി. പക്ഷേ ഇപ്പോഴും കൈകളിൽ ആ പാടുകൾ ഇതുപോലെ അവശേഷിക്കുന്നുണ്ട്.
ആ കൈകളിൽ ആ പാടുകളൊക്കെ ഇപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ ഓർക്കുന്നത് ഇത്തരം ജാലവിദ്യകൾ അവതരിപ്പിക്കുന്ന സമയത്ത് കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു കാഴ്ചയാണ്, ജാലവിദ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അപകടം പിടിച്ച ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ചോദിക്കാം, ഇത് ഞാൻ പറയുമ്പോൾ ചോദിക്കും, എന്തിന് പിന്നെ ഈ റിസ്ക് എടുക്കുന്നു? ഇത് മനസ്സിൻ്റെ ഒരു വിളിയാണ്, ഇത്തരം ജാലവിദ്യകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ്. എന്തുകൊണ്ടാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയത് എന്ന് ഹിലാരിയോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് അവിടെ ഉള്ളത് കൊണ്ട് എന്നുള്ളതാണ്. അതെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കീഴടക്കാൻ വേണ്ടിയിട്ട്, അത് അവിടെ ഉള്ളത് കൊണ്ട് എന്നാണ് ഹിലാരിയുടെ ഉത്തരം. അതുപോലെ തന്നെ എന്തുകൊണ്ട് എസ്കേപ്പ് ആക്റ്റുകൾ കാണിക്കുന്നു? ഹൗഡിനി എഴുതി വെച്ച ജാലവിദ്യകൾ, ആ ജാലവിദ്യകൾ വീണ്ടും വീണ്ടും കാണിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. മാജിക് എന്ന് പറയുന്ന ഒരു മന്ത്രം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് പലപ്പോഴും ആ ജാലവിദ്യകൾ അവതരിപ്പിക്കാൻ വേണ്ടി പ്രേരിക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അപകട സാധ്യതയേറിയ ജാലവിദ്യകൾ പലപ്പോഴും കാണിക്കാറില്ല എന്നുള്ളതും മറ്റ് ഒരു സത്യം.